കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്നൊന്നും നീ വെറുതെ വിടറാ. എനിക്ക് മനസ്സിനും സുഖമില്ല, ശരീരത്തിനും വയ്യാണ്ടായി. കൂടെ നിക്കണവരിങ്ങനെ വിഷമം കയറ്റി കൊല്ലാനാണ്. പിന്നെ എന്തിനാ കൂടെ നിക്കണ? ഞങ്ങളെ രണ്ടുപേരും അങ്ങോട്ട് കഴുത്തിനരിച്ച് കൊല്ലമ്മാവൻ ഇവിടെ ഇട്ട്. ആ അതെ, നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. അമ്മാവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മാവനൊരു ഉപകാരം ചെയ്യോ? അമ്മ അച്ഛൻ്റെ മുകളിലൊന്ന് അടിച്ച് ക്ലിയർ ചെയ്തിടുവോ? അമ്പിളി, എനിക്ക് വയ്യടാ. എനിക്ക് മനസ്സിനും ശരീരത്തിനും വയ്യാണ്ടായി. എനിക്കിനി വയ്യ. നീ പോയിട്ട് വൃത്തിയാക്ക്. കുട്ടി, എനിക്ക് നിന്നോട് ഒരു വിരോധം ഉണ്ടായിട്ടല്ല, എന്നോട് ആലോചിച്ചിട്ടൊന്നുമല്ലോ നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങിയത്. അതും ഇതും പറയണ്ട, എന്തേലും ചെയ്യാ. ഞാൻ പോയിട്ടൊന്നൊരു ഭാഗത്ത് എവിടെയെങ്കിലും സമാധാനത്തിൽ കുറച്ചേരം ഇരിക്കട്ടെ. അതെ, നീ ഇവിടെ ഇരിക്കി. ഞാൻ പോയി ആ മച്ചൊന്ന് അടിച്ച് ക്ലിയർ ചെയ്തിട്ടിട്ട് രാത്രി ഞാനും അമ്മാവനും കൂടി വന്നിട്ട് നിന്നെ അതിന്റെ പുറത്ത് ഇരുത്താം. പിന്നെ വേറെ ശല്യം ഉണ്ടാവില്ല കേട്ടാ. ഇപ്പൊ പോണ്ട, കുറച്ച് കഴിഞ്ഞ് പോവാം. ഇപ്പൊ പോയി ശരിയാക്കിയിട്ടാലേ നടക്കുള്ളൂ. കുറെ കഴിഞ്ഞ് എല്ലാവരും വരും. അത് വൃത്തിയാക്കാൻ പറ്റില്ല കേട്ടാ. എന്താണിത്? കുറച്ചു നേരം കൂടി ഇരിക്കും പ്ലീസ്. ഓരോന്ന് കണ്ട് പേടിക്കാത്ത. പേടിച്ചു കഴിഞ്ഞ ആൾക്കാർ കുളത്ത് പോയി ചാടാ ചെയ്യാ. അപ്പൊ വല്ലതും പറ്റിയിരുന്നെങ്കിലും. ഞാൻ ചാടിയതല്ലോ, ഞാൻ പേടിച്ചിട്ട് വീണതല്ലേ അമ്മേ. പേടിച്ചിട്ട് വീണ് എന്താ നീ കണ്ട് കുളക്കടവില്? പ്രേതം. എന്താണ് പ്രേതം? ഞാൻ കണ്ടതാണ്. പർദ്ദനുള്ളിൽ രണ്ട് കണ്ണിന് നോക്കണേ. എടാ, നിനക്ക് തോന്നിയതാവുന്ന്. അമ്മ അല്ലമ്മേ, പർദ്ദയിട്ടിട്ട് ഒരു പെണ്ണ്, അതിന്റെ രണ്ട് കണ്ണ് മാത്രം ഞാൻ കാണുക. പിന്നെ പർദ്ദയിട്ടിട്ട് ഒരാളിങ്ങനെ വന്നിക്കാണ് അവിടെ നിന്നെ പേടിപ്പിക്കാൻ. അനന്ത, നമുക്ക് പിന്നെ ഡോക്ടറെ കാണിക്കാം. ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ട അമ്മേ, ഞാൻ ചോദിക്കട്ടെ. നീ ഇന്ന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയാ? ഇല്ല. ആര് പറഞ്ഞു? ഇല്ലേ. നീ കിടന്നുറങ്ങിയിട്ടുണ്ടാവും, വല്ല സ്വപ്നോ കണ്ടിട്ടുണ്ടാവും. സ്വപ്നം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സ്വപ്നം കണ്ടത് അവിടെ കണ്ടു ഇവിടെ കണ്ടു നോക്കാൻ തോന്നുന്നു. അതാണ് കേസ്. അമ്മ, ഞാൻ ഉച്ചക്ക് ഉറങ്ങാറുണ്ട് അമ്മേ. അതിന് ഉറങ്ങാൻ അവനോടാ നേരം. ആ, നീ രാത്രി കിടന്നുറങ്ങില്ല, അതാണ് പ്രശ്നം. രാത്രി അസലായിട്ട് ഉറങ്ങണം. 6 മണിക്കൂർ ഉറങ്ങണം ഒരാള്. ഇത് ടിവിയും കണ്ടിരിക്കും, പിന്നെ നേരം വിളിച്ചാൽ 4 മണിക്ക് ആ തൊഴുത്ത് പോയിരിക്കും. ഒരു കാര്യമില്ലാതെ. ഒരു കാര്യമില്ലാണ്ട് പശുവിന്റെ പാലിവിടെ എല്ലാരും കുടിക്കണ്ടല്ലോ. ആ പാല് പിന്നെ എല്ലാരും കുടിക്കില്ലേ? അമ്മ എന്തുണ്ടമ്മ, എനിക്ക് പേടിച്ചില്ല. എടാ, ഒന്നുമില്ലാന്ന്. എന്തൊരു കഷ്ടാണിത്. അടുത്തിട്ടുണ്ടാ അച്ഛാ, ശരിക്കുണ്ട് അച്ഛാ. വൈകിട്ട് നീ വിളിച്ചു പറയാതെ. എന്താ നീ അമ്പിളിയും കൂടെ ഒന്ന് വിളിച്ചോണ്ട് പോവാ. അല്ല, ഈ വിഷയത്തിൽ ഇപ്പൊ അമ്പിളി എന്ത് പറയാനാണ്? എടാ, ഈ വിഷയത്തിലല്ലെന്ന്. ഇന്ന് രാത്രി ഫുട്ബോൾ കളി മുടങ്ങാൻ പോവാ. കേബിളിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ എന്റെ സ്വഭാവം മാറി ഞാൻ പറഞ്ഞ കേട്ടോ. എന്തമ്മ ഇത്? എനിക്ക് അറിഞ്ഞൂടാ മോനെ. അതെ, ഞാനേ ഇനിയിപ്പോയി ആ മച്ചൊന്ന് ക്ലീൻ ചെയ്തോണ്ട് വരട്ടെ. ഈ ഒരു അരമണിക്കൂറും കൂടി ഇവിടെ ഇരിക്കും കേട്ടാ. നിക്കമ്പിളിക്കാ, കുറച്ചു നേരം കൂടെ നിക്ക്. നീ എന്താ ഈ പറയണ? ഞാനിവിടെ നിന്നോട് വർത്താനം പറഞ്ഞോണ്ടിരുന്ന രാത്രി നീ ഇവിടെ തന്നെ കിടക്കുവോ? 2 മിനിറ്റ് കൂടെ. എനിക്ക് ഒറ്റക്കിരുന്ന് മടുത്തോണ്ടാ. എന്തൊരു കഷ്ടം. അമ്പിളിക്കാ, ഈ പറമ്പ് എവിടം വരെ ഉണ്ട്? ഇതൊക്കെ നമ്മുടെയാണോ? ഈ വന്നപ്പോ തന്നെ അവകാശം ചോദിക്കാണ്. തൽക്കാലം ആ കല്ലേലിരിക്കും. ഇതൊക്കെ നിന്റെയാണ് കേട്ടാ.
അമ്പിളിയേ ആ അനന്തേട്ടാ എന്താണ് അവിടെ കിടക്കണേ? ഏയ് ഞാൻ സമാധാനമായിട്ട് ഇങ്ങോട്ട് തണലത്ത് മാറി കിടന്നതാണ്. എന്തേ? അച്ഛൻ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. ആ ഒന്നുമില്ല, ഇന്ന് മറ്റേ ഫുട്ബോൾ കളി തുടങ്ങുകയാണല്ലോ. ആ ഇന്ന് കളി തുടങ്ങിയാണോ? ആ ഇന്ന് കളി തുടങ്ങില്ലേ? അയ്യോ, അപ്പൊ എല്ലാരും കാണാനുണ്ടോ? ഇന്ന് എല്ലാരും കളി കാണൂടാ. അപ്പൊ ഇന്ന് ആർക്കും ഉറക്കൂല്ല ഇവിടെ. ഇന്ന് ഒരാളും ഉറക്കണില്ല. ഞാനേ പങ്കാമ നീ ഒരു ടീം, അച്ഛൻ അമ്മ പുണ്യ മറ്റേ ടീം. നീ യുദ്ധം നടക്കാണ് ഇവിടെ. ഇന്ന് തന്നെ അങ്ങനെ കണ്ടു തുടങ്ങണമെന്നൊന്നുമില്ല. ഇന്ന് നമ്മുടെ ടീമിൽ ആ മെയിൻ ആളെ ഇറക്കണില്ലെന്ന് പറയുന്നുണ്ട്, പരിക്ക് കാരണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അച്ഛനോട് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ട് കാണേണ്ടി വരും. അത് ശരിയാക്കാം, ഞാൻ ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്യണം. അതെ, ഇങ്ങനെ മാറ്. അവിടെ നിറച്ച് പുഴുവാണ്, ചൊറിയും. ഞാൻ ഇങ്ങനെ മാറി കിടന്നാണ്. നിറച്ച് പുഴുവാണ് ഇങ്ങനെ തൂങ്ങി വരണതേ. ഇനി വേറൊരു കാര്യം. എന്ത്? ഇല്ല, ഇതെന്റെ സ്ഥലമാണല്ല, ഇങ്ങനെ കിടക്കായിരുന്നല്ല. അവിടെ ഇരിക്കും. നമ്മളാ പുണ്യയുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അത് എന്താ ചെയ്യണ്ട? ഇപ്പൊ അവനാകെ പേടിച്ചിട്ട് അമ്മ ആകെ ടെൻഷൻ. ഞാനിത് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വരുന്ന പറയണ അമ്മ. അതെന്തോ കണ്ട് പേടിച്ചാണ്. അത് ശരിയായിക്കോളൂന്നേ. ആണോ? പിന്നെ ഞാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടടാ അവര്. എന്തോ പർദ്ദയിട്ട പെണ്ണിനെ കണ്ടെന്ന് പറയണേ. ഇവിടെ എവിടെ നിന്നാണ് അതിന് പർദ്ദയിട്ട പെണ്ണ്? അതിനെ ഞാനും അത് തന്നെ. ഇവിടെ പറഞ്ഞിട്ട പെണ്ണിനെ കാണേണ്ട യാതൊരു കാര്യം ഞാൻ അവനോട് എത്ര പ്രാവശ്യം പറഞ്ഞു. പക്ഷെ കേൾക്കണില്ല, എടുക്കണില്ലത്. ചില ജാതകക്കാർക്ക് അങ്ങനെയാണ്. എന്തോ ഇങ്ങനെ ശരിക്കും കണ്ട പോലെ തോന്നും, ഒന്നും ഉണ്ടാകേയില്ല. എന്നാ എന്തായാലും ആ ചെക്കൻ ഭയങ്കര വിഷമത്തിലാ. അത് കുഴപ്പമില്ല, ക്ലിയർ ആയിക്കോളും. അന്നേട്ടൻ പോയിക്കോ, കേബിളിന്റെ ഞാൻ ക്ലിയർ ചെയ്തോളാം. എന്താണ് കിടക്കണോടത്തിട്ടാണോ തുപ്പണ? അവിടെ പോണ വഴി വല്ലോടത്തിട്ട് തുപ്പ്. എന്നാ ശരിയാക്കണം കേട്ടോ. അത് ഞാൻ ശരിയാക്കാം. അതേ, അനന്തേട്ടനാണ് വന്നത്, മൂത്തേട്ടൻ. നീ അനന്തേട്ടനെ കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടില്ല, ഇപ്പൊ കേട്ടു. ഇന്നിവിടെ ആർക്കും ഉറക്കൂലെന്ന്. ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. അപ്പൊ അതിനു മുമ്പ് നിന്നെ ഇവിടെ നിന്ന് മച്ചുമോളിൽ എത്തിക്കണം. നീ ഇവിടെ ഇരുന്നോ സമാധാനമായിട്ട് കേട്ടാ. ഞാൻ ഇപ്പൊ വരാം. ഇവിടെ പാമ്പൊക്കെ ഉള്ളതാണ്, മിണ്ടരുത്. എന്താണ് എന്താണ് എന്ത് എന്തെന്നാ? ഇതെവിടേക്കാ പോണ്? ഞാൻ മുകളിലേക്ക്. എന്തിന്? സെറ്റപ്പ് ബോക്സ് എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ താഴെയുള്ളതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, താഴെയുള്ളതിന് കുഴപ്പമൊന്നുമില്ല. ഏട്ടനല്ലേ പറഞ്ഞ കളി തടസ്സപ്പെടരുത്, പടം നല്ലതായിരിക്കണമെന്ന്. കളി തടസ്സപ്പെടരുത്. ഇനിയിപ്പോ ആതിരാക്ക് എന്തെങ്കിലും വന്നാലും പറഞ്ഞ സ്റ്റെപ്പിന് കയ്യിലിരിക്കട്ടെ, ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞുപോയി. എന്നാ പിന്നെ എടുത്തു വെച്ചോ, നല്ലതാ. നിന്റെ കേബിള് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. അല്ലത് എന്തിനാ ചൂലാന്നാ? ചൂലെന്തിനാണ്? ചൂല് മാറാലടിക്കാൻ. മാറാല. എന്നാ നീ മാറാല തട്ടാൻ നിക്കണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോരെ. ഞാൻ ഇറങ്ങിപ്പോന്ന ബോക്സ് എടുക്കണ്ടേ? ഇനി കളി മുടങ്ങി അച്ഛനും കൂടെ കിടത്തൂലേട്ടാ. എടാ, നീ ഇപ്പൊ അത് പോയി തട്ടിക്കഴിഞ്ഞാ പിന്നെ തുമ്മിട്ട് ആ കളി കാണല് മുടക്കും. അതാണ്. ഇടുവാ, സെറ്റ് ബോക്സ് അല്ല, ഞാൻ എടുത്തോണ്ട്. ഏട്ടനെ എങ്ങനെ എടുക്കണം? അതിന്റെ നമ്പർ നോക്കി എടുക്കണം. 6830 കോൺഫിഗർ ചെയ്ത് HD എടുക്കണ്ടേ? എന്താണ്? അത് പറഞ്ഞാൽ മനസ്സിലായി. ഞാൻ എടുത്തോളാം, ഏട്ടൻ പോയിക്കോ. ഒരു കാലത്തും ഇല്ലാത്തൊരു ശ്രദ്ധയാണുള്ളത്. സമയത്ത് പെണ്ണ് കിട്ടാഞ്ഞിട്ടാണേ. ഈ സാധനം അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടായോ? കണ്ടുമില്ല.
മങ്ങിയേ അല്ലേ നീ ഇതെവിടെ ഇരുന്നടാ? ഞാൻ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ചുവടെടുപ്പല്ലേ. നീയോ? ആ പറമ്പിലോ? പറമ്പിലുണ്ടായിരുന്നല്ലേ. അതെന്താ പതിവില്ലാതെ? പതിവില്ലാതെ അങ്ങനെ പറയല്ല. എനിക്ക് നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി വല്ല അടക്കയോ മാങ്ങയോ ചക്കയൊക്കെ പിറക്കി ഒരു ഭാഗത്ത് കൂട്ടാതെ ഉറക്കം വരാറില്ല. ആഹാ, അപ്പൊ നീ ഇന്നലെ മെനങ്ങാന്ന് ഒന്നും തീരെ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ഉറക്കം പോകും, എന്റെ മാത്രമല്ല. അതെന്താ? അല്ല, ഈ ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങാൻ പോകല്ലേ ടിവിയിലേ. ഓ അത് ശരി, അതാണോ കാര്യം? അതാണ്. അതെന്താ, നമ്മുടെ വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കുറച്ചു നേരമായിട്ട് മച്ചിന്റെ മേലൊരു ശബ്ദം. ശബ്ദമുണ്ടോ? എന്തേലും പെരിച്ചാഴി എന്തേലും ആവും. നീ ഒരു കാര്യം ചെയ്യും, ഒരു കമ്പി ഇങ്ങനത്തെ ഞാൻ മേലെ കയറി. എന്തിന് അവിടെ ഇരിക്കേ? എന്തിനിപ്പോ ഈ വയസ്സാം കാലത്ത് ഞാൻ അതിന്റെ മുകളിൽ കൊത്തി പിടിച്ച് കയറണേ? ഞാൻ പോയി നോക്കിയാ പോരെ? നല്ലൊരു കഥ എഴുതുമ്പോ ഒരു കാര്യം ചെയ്യും, കൊല്ലാൻ പറ്റുന്ന കൊന്നേരെ. ഭയങ്കര ശല്യം. അതെ അതെ, ഭയങ്കര ശല്യാണ്. മിക്കവാറും 2 എണ്ണത്തിന് ഞാൻ തന്നെ തല്ലി കൊല്ലേണ്ടി വരും. ഈ 2 എണ്ണം ഉണ്ടോ? ഭയങ്കര ശല്യമുള്ള 2 എണ്ണം ഉണ്ട്, ബാക്കിയുള്ളത് അത്ര കുഴപ്പമില്ല. ഉണ്ടാക്കിയിടുമ്പോ ആലോചിക്കണേ. എന്താ വല്ലതും പറഞ്ഞോ? അല്ല, ഇതേ ഈ മച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോ തന്നെ ആലോചിക്കണം, അങ്ങനത്തെ ശല്യങ്ങൾ ഉണ്ടാവുമല്ലോ. നല്ല രസമുള്ളൊരു സാധനം എഴുതിയിട്ടുണ്ട്, വായിച്ചു കേട്ടോ. അളിയാ, 2 പെരിച്ചാഴികളുടെ ശല്യം ആദ്യം തീരട്ടെ, എന്നിട്ട് മതിയില്ലേ കഥ? ഇത്തിരി കേട്ടിട്ട് പോടാ. തിരക്കുണ്ട് അളിയാ. എന്നാ നിന്റെ ഇഷ്ടം പോലെ വാ. അപ്പണി ഇവിടെ വന്നിരുന്ന് കഴിക്കടാ. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇവിടെ വന്നിരുന്ന് കഴിക്ക്. ഞാൻ ഇവിടെ ഇരിക്കേ. എന്തൊരു കഷ്ടം. എടാ, ഇവിടെ ഇരുന്ന് കഴിച്ചാൽ നിനക്ക് എന്താ കുഴപ്പം? അപ്പൊ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താ കുഴപ്പം? എന്താണ് ആനന്ദ, അവൻ എവിടെയെങ്കിലും ഇരുന്നൊന്ന് കഴിച്ചോട്ടെ, നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കണേ? എന്റെ അമ്മ എന്നാലും അങ്ങനെ അല്ലല്ലോ. പിന്നെ ഇവിടെ ഒന്ന് മിണ്ടാണ്ടിരിക്കടാ. അവിടെ ഇരുന്നേ. ഇവരിത് എവിടെയാണ് ഈ അമ്പിളിയും പങ്കിയാമനും? മതി മതി. അന്തേട്ടാ, പങ്കിയമാവനും അമ്പാളിയും തമ്മിലേ എന്റെ ചുറ്റിക്കളി ഉണ്ട്. ഉണ്ടൊക്കെ നന്നായി. എന്റെ അപ്പുണ്ണിയെ നീ ചോറുണ്ണ്. അമ്മയുടെ ഞാൻ പറഞ്ഞ ആർക്കും ഒരു വിശ്വാസവും ഇല്ല. കുറച്ചുകൂടി മതി. കുറച്ചുകൂടി മതിന്നാ? അവൻ വയറ് നിറച്ച് കഴിച്ചോട്ടെ. കഴിച്ചോട്ടെ, ആരാ കഴിക്കണ്ടെന്ന്? സാമ്പാർ മതിയമ്മേ, സാമ്പാർ എടുത്തോ. ഒഴിക്കടാ, നീ ഒറ്റയ്ക്ക് ഒഴിക്ക്. പതുക്കെ ഒഴിക്കട, ഞിമ്പയിലേക്ക്. നിനക്ക് മീൻ ചാറ് വെക്കട്ടെ? എന്തെങ്കിലും ചാറ്. അമ്പിളിയേ, ആ ഊണ് കഴിക്കാൻ വാ. എത്ര വിളി വിളിച്ചു. വരണ. അതെ, അവിടെ എന്താ വലിയ ചർച്ച നടക്കുക, അതാ വരാത്തെ. എന്ത് ചർച്ച? അവക്കെ ഉണ്ട്. അമ്മേ, വെള്ളം കുടിക്കാൻ എന്താ? അമ്മേ തിരിച്ചു അറിയുന്നേ. തരാം. ആ മതി മതി. വേണോ? വരുന്നുണ്ടല്ലോ ചർച്ചക്കാര്. എണ്ണിരുന്നാ. നിങ്ങളിത് എവിടെ പോയി കിടക്കായിരുന്നു? എത്ര നേരം വിളിച്ചു? ആര്? ഞാന്. നീ എവിടെ ഇരുന്നടാ? ഞാൻ ഫോൺ ചെയ്യായിരുന്നു. അമ്മയ്ക്ക് അലറായിരുന്നു വിളിക്കുന്നുണ്ട്. മോനെ കൂട്ടാണ്ട് എടുത്തടാ. എന്താ അമ്മ, നല്ലൊരു ദിവസമായിട്ട് സാമ്പാർ മാത്രമുള്ള മീൻ കറി ഉണ്ടടാ. എന്താ ഇന്ന് നല്ല ദിവസം? അല്ല, തിങ്കളാഴ്ച നല്ല ദിവസം എന്നൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞതാണ്. അതിന് ഇന്ന് തിങ്കളാഴ്ച അല്ലല്ലോ. എന്റെ പൊന്നെ, വെറുതെ പറഞ്ഞതാണ്. സംശയമായിട്ട് ഇറങ്ങിയൊക്കെയാണ് മിണ്ടണതിനൊക്കെ. നീ മിണ്ടാതെ ഭക്ഷണം കഴിച്ച് നീട്ടി പോക്കേ. എന്തിനാടാ ഈ വഴി കൂടെ പോണൊക്കെ ഏറ്റുപിടിക്കണേ? ഇച്ചിരി ചോറും കൂടി ഇട്ടെ. എടാ, അത് ആദ്യം കഴിക്ക് നീ. ഇല്ല, ഇട്ടോ ചോറിട്ടത്. ചെക്കനത് എന്തിന്റെ കേടാ? കുറച്ചും കൂടി ഇട്ടോ. കുറേച്ചിട്. സൈഡിലൊഴിച്ചോ, കുഴഞ്ഞു പോണ്ട. അതെയാ, എനിക്ക് വയ്ക്കട്ടെടാ മീൻ ചാറ്. മതി. ലേശം വയ്ക്കാം. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കണ്ട എന്തൊരു നാണക്കേടാണ്. ഒരു അച്ചാറും ഇല്ല, പപ്പടവും ഇല്ല. പുറത്തുനിന്ന് ആര് വന്ന് കാണാൻ? നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇപ്പൊ ഇവിടെ. അതെ, എനിക്ക് പ്രഷർ ആയതുകൊണ്ട് അവള് പപ്പടം മറത്തില്ലെന്ന്. പ്രഷർ ഇല്ലാത്തവര് തിന്നൂല്ലേ? പ്രഷറുള്ളവര് തിന്നായിരുന്നാ പോരെ.
ഇതെവിടെ പോണേ നീ? എനിക്ക് ചോറ് തിന്നാൻ പറ്റില്ല ഏട്ടാ, വിശപ്പില്ല. അമ്പിളി നിനക്കെന്താ വിശപ്പില്ലാത്ത? എന്താന്നറിയാൻ പറ്റില്ല അച്ഛാ, വയറൊരു കല്ലപ്പ് പോലെ ഛർദിക്കാനൊക്കെ വരണ പോലെ തോന്നണം. പിന്നെ എന്തിനാ അത്ര കൂടുതൽ ചോറ് അതിലിടിപ്പിച്ച് നീ അമ്മയെ കൊണ്ട്? അത് അങ്ങനെ തന്നെയല്ല അനന്ത. അത് അസുഖം വരുമ്പോ അങ്ങനെയാണ്. നമുക്ക് വിളമ്പി ഇങ്ങനെ കഴിക്കണം തോന്നും, വിളമ്പി കഴിയുമ്പോ വേണ്ടാന്ന് തോന്നും. അങ്ങനെയാണല്ലോ അസുഖം. അതെ. നീ ഇത് എങ്ങടെ കൊണ്ടുപോണേ? അമ്മ എനിക്ക് വിശക്കുമ്പോ എഴുന്നേറ്റ് തിന്നാല, റൂമിൽ കൊണ്ടുപോയി വെക്കാലാന്ന് കരുതിയിട്ടാണ്. എടാ ഇവിടെ വെച്ച് മൂടി വെച്ചോ, എന്നിട്ട് വിശക്കുമ്പോ വന്ന് തിന്നാ പോരെ? അമ്മ അപ്പൊ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടേ? ഇത് എനിക്ക് എണീക്കുമ്പോ അവിടെ ഇരുന്ന് കഴിക്കാല. എടാ അമ്പിളി, ആർക്ക് എന്ത് ബുദ്ധിമുട്ട്? ഇവിടെ വന്നിരുന്ന് കഴിച്ചൂടെ? എന്റെ അനന്തേട്ട ഇത് കള്ളക്കടത്തൊന്നും അല്ലല്ലോ, ഇത്തിരി ചോറല്ലേ, അത് ഞാൻ എന്റെ റൂമിൽ കൊണ്ടുവച്ചൊന്ന് തിന്നോട്ടെ. അപ്പൊ അനന്തേട്ടൻ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയണേ? നേരത്തെ എന്നെ വഴക്ക് പറഞ്ഞു. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തല്ലേ തിന്നാ. ഒരു കാര്യമെങ്കിലും പറഞ്ഞു. എന്തോ ചെയ്യാനാന്ന്. എവിടെയും പോയിരുന്നു കഴിക്കും. അമ്മേ ഇത്തിരി കറിയും വെച്ചേ. അമ്മ കഴിച്ചാ? എനിക്ക് ഒരിക്കലാടാ, ഞാൻ നേരത്തെ കഴിച്ചു. ആ അതെ, എല്ലാരും കൂടി ഒരുമിച്ച് വെടിയിരുന്ന് കഴിക്കുമ്പോ അതല്ല നല്ലത്. അതല്ല ഞാനീ പറഞ്ഞു കൊടുക്കണത്. എന്നതൊക്കെ അതന്നെ അനന്ത. ഇപ്പൊ അവന് വയ്യാത്തോണ്ടല്ലേ അവൻ എവിടെ വെച്ച പോയിരുന്നു കഴിച്ചോട്ടെ. ഈ മതി, കഴിക്കാൻ പറ്റണില്ല. എന്താ ഒരു ബുദ്ധിമുട്ട്. ഇതെന്താ ഇപ്പൊ എല്ലാവർക്കും അസുഖം? ഞാൻ കേട്ടോ. അണ്ടേട്ടാ, ആ പങ്കിമാവനും അമ്പിളിക്കും എന്താ വിശപ്പില്ലാത്തന്നറിയോ? അവർക്ക് എന്തോ കുഴപ്പമുണ്ട്. നീ അവിടുന്ന് കഴിച്ചു വെച്ച് പൊക്ക അവിടുന്ന് അപ്പണ്. അപ്പൊ ഞാൻ പറയണവർക്ക് ആർക്കും വിശ്വാസം ഇല്ല അല്ലേ? അമ്മ തൊടി, എനിക്ക് മതി. നിന്റെ വയറും കേടായാ? ആ എനിക്ക് മതി, ഞാൻ കുറെ കഴിച്ചു. എന്തോ ചെയ്യാനൊക്കെ. നിനക്കും വേണ്ടേ? തികഞ്ഞ് ആരും തിന്നണ്ട. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞില്ലേ? എനിക്ക് മതി. ഇവളെങ്ങോട്ട് പോയി? ഷാഹിന, ഷാഹിന, ഷാഹിന. അമ്പിളിക്ക, ഞാൻ ഇവിടെ ഉണ്ട്. നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വന്ന് നിൽക്കാൻ? നിന്നെ അവിടെ ഇരുത്തിയിട്ട് പോയതല്ലേ? അവിടെ ഇരുന്ന് എന്നെ ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഭക്ഷണം കഴിക്കണ്ടേ? പിന്നെ ആ എന്നാ ഉള്ളോടത്തൊക്കെ ഇരിക്കും. അതെ, എനിക്ക് കഴിക്കാൻ വേണ്ടി അമ്മ വിളമ്പി തന്നാണ്. നീ ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് ഇറങ്ങണ്ടേ? എന്നാലും മീൻചാറാണ്. കൈ കഴുകാൻ വെള്ളം. കൈ കഴുകാൻ ഇപ്പൊ വെള്ളത്തിന് എവിടെ പോകാൻ? ഒരു ദിവസം കഴുകിയില്ലെന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല. എന്നാ ഇത് പിടിക്ക്. ആ കൈ കഴുകാട്ടി. ഏത് കൈ കൊണ്ടാ തിന്നണ? ഇങ്ങനെ വേണ്ടോ? എന്നാ ഞാൻ വാരിത്തരാം. കൈ സോപ്പിട്ട് കഴുകിയതാണ്. ഉണ്ട്, ടേസ്റ്റ് ഉണ്ടാ? വേണ്ട അമ്പിളിക്ക, മതി. ആ നീ വന്നപ്പോ തൊട്ട് വിശക്കണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഭക്ഷണം വേണ്ടേ? കഴിക്കാൻ തോന്നണില്ല. ഇത് ഇഷ്ടപ്പെടാൻട്ടാ? അല്ല. എന്താന്ന് വെച്ചാ പറ. എന്താ ഷാഹിന? പെട്ടെന്ന് എനിക്ക് വാപ്പ ഓർമ്മ വന്നു. പാവം, ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ആ അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കണ്ട. അതിപ്പോ ഫസ്റ്റ് ദിവസമായോണ്ട് അങ്ങനെ ഉണ്ടാവും. ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ ക്ലിയർ ആയിക്കോളും കേട്ടാ. അത് ഓർക്കണ്ട, അത് കഴിച്ചോ. ഏതായാലും ചാടി ഇനി അങ്ങോട്ട് നേരിടുക തന്നെ. അടി ചെല്ലട്ടെ അങ്ങോട്ട്. ഞാൻ ഇത്ര പെട്ടെന്ന് ഇറങ്ങി വന്നത് അമ്പിളിക്കൊക്കെ ബുദ്ധിമുട്ടായോ? നീ എന്താ ഷാഹിന അങ്ങനെ പറയണത്? എൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് നിനക്ക് അങ്ങനെ തോന്നിയാ? നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെ അച്ഛനും അമ്മയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് സമ്മതിക്കൂല. അതിന് വേണ്ടിയിട്ടുള്ളൊരു കസർത്ത് മാത്രമാണ്. ഒക്കെ ശരിയാവും കേട്ടാ. ഹാപ്പി ആയിട്ടിരിക്കും. എന്നാ കഴിച്ചു. അതെ, കുറച്ച് കഴിയുമ്പോൾ പന്ത് കളി തുടങ്ങും. അതുവരെ ഞാനിവിടെ ഇരിക്കാം. പന്ത് കളി തുടങ്ങുമ്പോൾ ഞാനങ്ങോട്ട് ചെന്നിട്ട് അമ്മാവനെയും കൂട്ടി വരാം. എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത പോലെ ചെയ്യാം കേട്ടാ.
ഫ്രണ്ട് ബ്ലാക്ക്. ശരിയാവും കേട്ടാ. ഹാപ്പി ആയിട്ടിരിക്കും. എന്നാ കഴിച്ചു. അതെ, കുറച്ച് കഴിയുമ്പോൾ പന്ത് കളി തുടങ്ങും. അതുവരെ ഞാനിവിടെ ഇരിക്കാം. പന്ത് കളി തുടങ്ങുമ്പോൾ ഞാനങ്ങോട്ട് ചെന്നിട്ട് അമ്മാവനെയും കൂട്ടി വരാം. എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത പോലെ ചെയ്യാം കേട്ടാ. ഫ്രണ്ട് ബ്ലാക്ക്. എനിക്കും അതാ എടുക്കട്ടെ. എങ്ങനെയുണ്ട്? എൻ്റെ അമ്മ ഉണ്ടാക്കിയാണ്, എൻ്റെ അമ്മായിയമ്മ. എന്റെ ഭാഗ്യല്ലേ? ആ, ഭാഗ്യം ആരെയാണെന്ന് കണ്ടറിയാം. And only a win for Barca would be enough because it would give them the same number of points as Atletico, but the head-to-head goal difference is what counts in the case of a tie on points. The mosaic of the Camp Nou പോരച്ചാ. and the Barcelona hymn being sung as referee Mateo Laor surprising presence on the bench as well. Atletico playing in yellow, Barca in their traditional red and blue. Barca, Alves in a bit of space. Adriano shoots. It's a typical Adriano shot. Unable to really test Courtois, but Koke with the ball. Villa to his right, and despite having missed out through injury, the first time he makes a run into space. Next weekend, have Atletico taken a tragic tale of helping us. അച്ഛാ പോയി. അച്ഛന്റെ ആളുടെ കളി തീർന്ന്. നമ്മുടെ ടീമാണ് അത്. അതാ കൊണ്ടുപോയി. Fabregas. Good run by Messi. നശിപ്പിച്ച്. Alexis